ഹായ് നമസ്കാരം, ദാസനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സിൻ്റെ ട്രെയിലർ വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ടീച്ചർ നമ്മൾ കണ്ടു. പരമാവധി ടീച്ചർ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കൂതറ ടീച്ചറായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ വീഡിയോയിൽ മുമ്പ് കഴിഞ്ഞ ദിവസമല്ല, ആ ടീച്ചർ ഇറങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു ഈ സിനിമയ്ക്ക് യാതൊരു പ്രതീക്ഷയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് ട്രെയിലർ വന്നപ്പോൾ കുറച്ചും കൂടിയും ഒരു പോസിറ്റീവ്നെസ് അല്ലേ, കുറച്ചും കൂടിയും ഒരു പ്രോമിസിങ് ആയിട്ട് തോന്നുന്നുണ്ട്. എങ്ങനെയായിരിക്കും എന്ന് ഇപ്പോഴും പറയാറൊന്നായിട്ടില്ല. വലിയ പ്രതീക്ഷയൊന്നും ഇല്ല, പക്ഷെ അങ്ങനെ പ്രതീക്ഷ ഇല്ലാണ്ട് സിനിമ കാണുന്നതാണ് നല്ലത്. ഓവർ പ്രതീക്ഷ ആകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ ഒരു പ്രതീക്ഷ ഇല്ലാണ്ടാണ് സിനിമയെ വരവേൽക്കാൻ നിൽക്കുന്നത്. പക്ഷേ അതൊരു പ്രശ്നം എന്താണെങ്കിൽ, ഒരു പ്രതീക്ഷ ഇല്ലാണ്ടാകുമ്പോൾ ജനങ്ങൾ തിയേറ്ററിൽ അധികം ഉണ്ടാവില്ല. വളരെ എല്ലാവരും റിസൾട്ട് അറിഞ്ഞതിന് ശേഷമാണ് ഈ സിനിമയ്ക്ക് വരുള്ളൂ. അപ്പോൾ ഡൊമിനിക് ആൻഡ് ദ ലേഡി പേഴ്സ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് തുടക്ക ദിവസങ്ങളിൽ അതായത് ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഒന്നും കാര്യമായിട്ടുള്ളൊരു ചലനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണത് ചെയ്തു വച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ട്രെയിലറിലേക്ക് കിടക്കാം. ട്രെയിലർ കണ്ടപ്പോൾ കുറച്ചും കൂടി വിശ്വാസം കൂടിയിരിക്കുകയാണ് സിനിമയുടെ. വളരെ സിമ്പിളായിട്ടാണ് സിനിമ പറയുന്നത്. കോമഡി ത്രൂവിലൂടെയാണ്, കോമഡി രീതിയിലാണ് സിനിമ ചെയ്തിട്ടുള്ളത്. അതായത് ഷെർലോക്ക് ഹോംസിൻ്റെ സിനിമകളെ അനുസ്മരിപ്പിക്കും വിധമാണ് സിനിമ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ട്രെയിലറിൽ വന്നിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടി വിശ്വാസം കൂടുന്നുണ്ട്. എത്രമാത്രം ഇത് മലയാളി പ്രേക്ഷകർ ഉൾക്കൊള്ളുമെന്ന് ഇപ്പോഴും പറയാറായിട്ടില്ല. കാരണം അവർ ഗൗതം വാസുദേവ മേനോൻ വിചാരിച്ച രീതിയിൽ ജനങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ സിനിമ നല്ല വിജയമായിരിക്കും. അതല്ല, മമ്മൂക്കയെ ഇങ്ങനത്തെ രീതിയിൽ കാണാൻ, കോമഡി ടച്ചിലൂടെ കാണാൻ മലയാളി പ്രേക്ഷകർ ഇതുവരെ അങ്ങ് അംഗീകരിച്ച് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ്, പേടി കൊണ്ടാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് പലരും പറയുന്നൊരു സംഭവം, കമൻസൊക്കെ കേട്ടു, അല്ലെങ്കിൽ കമൻസുകളൊക്കെ വായിച്ചു. കാരണം മമ്മൂക്കയുടെ ഇത്രയും വലിയ ഡൈഹാർഡ് ഫാനായിട്ടുള്ള ദാസേട്ടൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണത് എന്നൊക്കെ പറഞ്ഞാൽ, എങ്ങനെ എന്താ ഈ സിനിമ വിജയിക്കും. ശരി, നമുക്ക് അത്രയും സന്തോഷമാണ് അല്ലേ. മമ്മൂക്കയുടെ ഒരു സിനിമ പോലും പരാജയപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അത്രമാത്രം മമ്മൂക്കേനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത്രമാത്രം. ആരും ചിലപ്പോൾ ദുൽഖറോ അല്ലെങ്കിൽ സുലു ഇത്തയെപ്പോലും ഇത്രയ്ക്ക് മമ്മൂക്കേനെ സ്നേഹിക്കുന്നുണ്ടാവില്ല. അത്രമാത്രം സ്നേഹിക്കുന്നതാണ്. പക്ഷെ ചില സിനിമകൾ ഇങ്ങനെ ചെയ്ത് കുളമാക്കുന്ന സമയത്ത് ഭയങ്കര അവരെക്കാളൊക്കെ വിഷമം തോന്നാറുണ്ട്. അങ്ങനെ കുറേ സിനിമകൾ ഞാൻ അത്രയും എല്ലാ സിനിമകളും 100-400 സിനിമകളുടെ മുകളിൽ കണ്ടിട്ടുള്ള ഞാൻ, എനിക്ക് കാണാൻ പറ്റാതെ ഞാൻ കാണാതിരുന്ന സിനിമകളുണ്ട്. കാരണം എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഒരു സിനിമ 100 അമരം, വടക്കം വീരഗാഥ അങ്ങനെയുള്ള സിനിമകളൊക്കെ 100 തവണ കണ്ടിട്ടുള്ള സിനിമ. ന്യൂഡൽഹിയൊക്കെ 100 തവണ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. ആരും കണ്ടിട്ടാവില്ല എൻ്റെ അത്ര 100 തവണ എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ രാജമാണിക്യം അങ്ങനെയുള്ള സിനിമകളൊക്കെ അത്രമാത്രം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് മോശമായിട്ട് മമ്മൂക്കേനെ താത്തിക്കെട്ടിയിട്ട് അല്ലെങ്കിൽ മമ്മൂക്ക ചലിക്കുന്ന രീതിയിലുള്ള സിനിമ കണ്ടാൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ഞാൻ പറയാൻ കാരണം. അപ്പോൾ പക്ഷേ ഇപ്പോൾ വന്ന ഈ ട്രെയിലർ കണ്ടപ്പോൾ കുറച്ചും കൂടി വിശ്വാസം കൂടി. എങ്കിലും എനിക്ക് പരിപൂർണമായിട്ടൊന്നും വിശ്വസിക്കാൻ സാധിക്കില്ല. ഗൗതം വാസുദേവൻ അറിയില്ലല്ലോ മമ്മൂക്കയുടെ ആരാധകർക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്. ഗൗതം വാസുദേവൻ മേനോൻ ഗ്രേറ്റ് ഡയറക്ടറാണ്, അമ്മയാണ്, മറ്റേതാണെന്നും മറിച്ചതാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗൗതം വാസുദേവൻ മേനോനൊന്നും അറിയില്ല ഇവിടെ മലയാളി പ്രേക്ഷകർ മമ്മൂക്കയെ ഏത് രീതിയിലാണ് സ്വീകരിക്കുക, അല്ലെങ്കിൽ മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്നവർ ഏത് രീതിയിലാണ് ഇഷ്ടപ്പെടാന്നൊക്കെ. മാസം ഉണ്ടെങ്കിൽ തന്നെയാണ്. മമ്മൂക്ക തളർന്നു പോയ സിനിമകളൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. മമ്മൂക്കയുടെ നെഗറ്റീവായിട്ട് മമ്മൂക്ക തോൽറ്റ് പോകുന്ന സിനിമകളൊക്കെ ഇവിടെ പരാജയപ്പെട്ടു പോയിട്ട് എത്ര സിനിമകൾ. പണ്ട് നമുക്ക് ഏറ്റവും വിഷമം അഴകിയ രാവണൻ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് സിനിമയാണ് അല്ലേ. ഇന്നും അഴകിയ രാവണൻ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് സിനിമയാണ്. പക്ഷെ മമ്മൂക്ക അതിൽ തോറ്റു പോകുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് അഴകിയ രാവണൻ എന്ന സിനിമ അന്നത്തെ കാലത്ത് കാര്യമായിട്ട് വിജയം കൈവരിക്കാൻ സാധിച്ചില്ല. പിന്നീടാണ് ടി വിയിലും മറ്റുള്ള ചാനലിലൊക്കെ വന്നിട്ടാണ് ഹിറ്റായത്.
കാരണം സിനിമ ഇറങ്ങുമ്പോൾ ഈ പ്രണയമണി തൂവൽ എന്നുള്ള അല്ല മറ്റേ പാട്ടുകളൊക്കെ പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ, അതേപോലെ അങ്ങനത്തെ പാട്ടുകൾ, ഈ മറ്റേ പാട്ട് അന്നൊന്നും ഒരിക്കലും ആരും വിചാരിക്കാത്ത പാട്ട്. പിന്നെയാണ് ഈ സ്വർഗസംഗമം എന്നുള്ള പാട്ടൊക്കെ ഇല്ലേ, ഊതിൽ രൂപ. ആ പാട്ടൊക്കെ പിന്നീടാണ് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടത്, സിനിമ തിയേറ്ററിൽ പോയതിന് ശേഷം. അതൊക്കെ എപ്പോഴും നമ്പർ 1 പാട്ടുകളാണ്. അങ്ങനെയുള്ള കുറേ സിനിമകൾ മമ്മൂക്കയെ ചെറുതാക്കി കാണിച്ചാൽ, ഞാനൊക്കെ പണ്ട് പറയാറുണ്ട് മമ്മൂക്കേനെ സിനിമ വിജയിപ്പിക്കണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ സംവിധാനം ചെയ്ത് വിജയിപ്പിക്കാം. കാരണം മമ്മൂക്കേനെ എത്ര മോശം സിനിമ ആയിക്കോട്ടെ, മമ്മൂക്കേനെ വലിയ സംഭവമാക്കിയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ മമ്മൂക്ക വലിയൊരു സംഭവമാണ് എന്ന് കാണിച്ച സിനിമകളൊക്കെ വിജയിച്ചിട്ടുണ്ട്. മോശം സിനിമകളായപ്പോലും വിജയിച്ചിട്ടുണ്ട്. മമ്മൂക്ക എപ്പോഴും തോറ്റു പോകുന്ന സിനിമകൾ, മമ്മൂക്ക തളർന്ന സിനിമകൾ അന്നും ഇന്നും മമ്മൂക്ക ഫാൻസിന് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു വിവരം പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ വിവരങ്ങളൊക്കെ കണ്ടപ്പോൾ കുറച്ചും കൂടി പ്രോമിസിങ് ആയി തോന്നി. പക്ഷേ എന്നാലും 100% സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല ഞാൻ. എന്തായാലും ആ സിനിമ വെറൈറ്റി സിനിമയാവട്ടെ, അതേപോലെ തന്നെ ഒരു ലേഡീസ് പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട സിനിമ, അതിൽ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന സിനിമ, എന്തായാലും വെറൈറ്റി സിനിമയാവട്ടെ എന്ന ആശംസകൊണ്ട് തൽക്കാലം നിർത്തുന്നു. വിഷു ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും എൻ്റെ ചാനൽ കാണാൻ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ, തൃശ്ശൂരിൽ നിന്ന്.